ഡിയർ IELTS ആസ്പിരൻസ്, സ്പീക്കിങ്ങിനായാലും റൈറ്റിങ്ങിനായാലും നമ്മൾ യൂസ് ചെയ്യുന്ന ലിങ്കിങ് വേർഡ്സ് നിങ്ങളെ പരിചയപ്പെടുത്തി തരാണ്. ഫസ്റ്റ് വൺ, ഫർദർമോർ. കൂടാതെ അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്നുള്ള മീനിങ് ആണ്. ദ മൂവി വാസ് ഇൻട്രസ്റ്റിംഗ്, ഫർദർമോർ ഇറ്റ് ടോട്ട് എ ഗുഡ് ലെസൺ. ആ മൂവി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവിയായിരുന്നു. അത് കൂടാതെ എന്താണ്, അതൊരു നല്ല ലെസൺ കൂടി പഠിപ്പിച്ചു. സെക്കൻഡ് വൺ, അഡീഷണലി. ഒരു എക്സ്ട്രാ ഇൻഫോർമേഷൻ നൽകുന്നതിനെയാണ് അഡീഷണലി എന്ന് പറയുന്നത്. കൂടാതെ അല്ലെങ്കിൽ അധികമായി എന്നുള്ളതാണ്. ഷീ ഈസ് എ ഗുഡ് സിംഗർ, അഡീഷണലി ഷീ ക്യാൻ പ്ലേ ദ ഗിറ്റാർ. അവൾ നല്ലൊരു ഗായികയാണ്, അത് കൂടാതെ എന്താണ്, അവൾ നന്നായിട്ട് ഗിറ്റാർ വായിക്കും. നെക്സ്റ്റ് വൺ, ഇൻ അഡീഷൻ. അതിനൊപ്പം അല്ലെങ്കിൽ കൂടാതെ എന്നുള്ള മീനിങ് തന്നെയാണ് വരുന്നത്. എക്സാമ്പിൾ, ഹി ബോട്ട് എ ഷർട്ട്, ഇൻ അഡീഷൻ ഹി ബോട്ട് എ പെയർ ഓഫ് ഷൂസ്. അവനൊരു ഷർട്ട് വാങ്ങി, അതിനോടൊപ്പം എന്താണ്, അവനൊരു ചെരുപ്പും കൂടി വാങ്ങിച്ചു. അതാണ് ഇൻ അഡീഷൻ എന്ന് പറയുന്നതിൻ്റെ മീനിങ് വരുന്നത്. ഈ നോട്ട് ഓൺലി ബട്ട് ഓൾസോ, അത് മാത്രമല്ല അല്ലെങ്കിൽ അതുപോലും എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. നോട്ട് ഓൺലി ഡിഡ് ഷീ കുക്ക് ഡിന്നർ ബട്ട് ഓൾസോ ക്ലീൻ ദ ഹൗസ്. അവൾ ഭക്ഷണം കുക്ക് ചെയ്ത് മാത്രമല്ല, അവൾ വീട് ക്ലീൻ ചെയ്യുകയും ചെയ്തു എന്നുള്ള മീനിങ് ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ, ഓൾസോ. ഫോർ ഇൻസ്റ്റൻസ്, ഷീ സ്പീക്സ് ഇംഗ്ലീഷ് ആൻഡ് ഓൾസോ ഹിന്ദി. അവൾ ഇംഗ്ലീഷും അത് കൂടാതെ എന്താണ്, ഹിന്ദിയും സംസാരിക്കുന്നു. മോർ ഓവർ, അത് കൂടാതെ അല്ലെങ്കിൽ അതിനപ്പുറം എന്നുള്ള മീനിങ് തന്നെയാണ്. ദ ഹോട്ടൽ വാസ് ചീപ്പ്, മോർ ഓവർ ഇറ്റ് വാസ് വെരി ക്ലീൻ. ദ ഹോട്ടലിലെ ഫുഡൊക്കെ എന്താണ്, വളരെ ചീപ്പാണ്, അതുപോലെ തന്നെ എന്താണ്, അത് കൂടാതെ എന്താണ്, അവിടെ നല്ല വൃത്തിയും ഉണ്ടായിരുന്നു എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഓൾസോ ആൻഡ് മോർ ഓവറിൻ്റെ മീനിങ്. നെക്സ്റ്റ് വൺ വരുന്നത് ആൻഡ് എന്ന് പറയുന്ന ഒരു ജോയിനിങ് വേർഡാണ്. അതായത് എന്താണ്, ഐ ലൈക്ക് ആപ്പിൾസ് ആൻഡ് ഓറഞ്ചസ്. എനിക്ക് ആപ്പിളും ഇഷ്ടമാണ്, ഓറഞ്ചും ഇഷ്ടമാണ്. നെക്സ്റ്റ് വൺ, അസ് വെൽ ആസ്. അതും ഇതുപോലെ തന്നെ കൂടാതെ അല്ലെങ്കിൽ അതിനോടൊപ്പം എന്നുള്ളൊരു മീനിങ് വരുന്നതാണ്. ഷീ സ്റ്റഡീസ് മാത്സ് അസ് വെൽ ആസ് സയൻസ്. അവൾ മാത്സും പഠിക്കുന്നു, അതുകൂടാതെ എന്താണ്, സയൻസും പഠിക്കുന്നു. ടു ഷോ ദ ഔട്ട്കം ഓർ ഇഫക്റ്റ് ഓഫ് സംതിങ് വി യൂസ് വേർഡ്സ് ലൈക്ക് ആസ് എ റിസൾട്ട്. ഫസ്റ്റ് വൺ, അതിനാൽ അല്ലെങ്കിൽ അതിൻ്റെ ഫലമായി എന്നുള്ളതാണ് മലയാളം മീനിങ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇറ്റ് റെയിൻഡ് ഹെവിലി ആസ് എ റിസൾട്ട് ദ മാച്ച് വാസ് ക്യാൻസൽഡ്. മഴ ഭയങ്കരമായിട്ട് പെയ്തു, അതിൻ്റെ ഫലമായിട്ട് എന്താണ്, മാച്ച് ക്യാൻസൽ ചെയ്തു. ദേർഫോർ എന്നുള്ള മീനിങ് അതിനാൽ അല്ലെങ്കിൽ അതുകൊണ്ട് എന്നുള്ള മീനിങ് തന്നെയാണ് വരുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, ഹി വാസ് ഇൽ ദർഫോർ ഹി ഡിഡ്ന്റ് ഗോ ടു സ്കൂൾ. അവന് സുഖമില്ലായിരുന്നു, അതിനാൽ അവൻ എന്താണ്, സ്കൂളിൽ പോയില്ല. നെക്സ്റ്റ് വൺ, ദസ്. ഇങ്ങനെ അല്ലെങ്കിൽ അതിനാൽ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഹി ഫോർഗോട്ട് ടു സെറ്റ് ദ അലാം, ദസ് ഹി വോക്ക് അപ്പ് ലേറ്റ്. അപ്പോൾ അലാം വെക്കാനായിട്ട് അവൻ മറന്നു, അതുകൊണ്ട് അവൻ എന്താണ്, വൈകിയാണ് എണീറ്റത്. കോൺസിക്വൻ്റ്ലി, അതിനാൽ അല്ലെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് എന്നുള്ളതാണ്. ഷീ ഡിഡ്ന്റ് സ്റ്റഡി, കോൺസിക്വൻ്റ്ലി ഷീ ഫെയിൽ ദ ടെസ്റ്റ്. അവൻ പഠിച്ചില്ല, അതുകൊണ്ട് എന്താണ്, അവൻ പരീക്ഷയിൽ ഫെയിലായി എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഫിഫ്ത്ത് വൺ, ഫോർ ദിസ് റീസൺ. ഈ കാരണത്താൽ. ഫോർ എക്സാമ്പിൾ, ഹി വാസ് ലേറ്റ്, ഫോർ ദിസ് റീസൺ ഹി മിസ് ദ ബസ്. അവൻ വൈകി എത്തി, ആ കാരണത്താൽ എന്താണ്, അവന് ബസ് മിസ്സായി. സിക്സ്ത് വൺ, സോ. അതിനാൽ എന്നുള്ള മീനിങ് ആണ്. ഇറ്റ് വാസ് റെയിനിങ് സോ വി സ്റ്റേഡ് അറ്റ് ഹോം. മഴ പെയ്തുകൊണ്ട് എന്താണ്, ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നു എന്നുള്ള മീനിങ് ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ, ഹെൻസ് എന്നാണ്. അതിനാൽ, അതുകൊണ്ട് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ദ റോഡ്സ് വർ ഫ്ലഡഡ്, ഹെൻസ് ദ ഡിലേ. ഇപ്പോൾ റോഡുകൾ എന്താണ്, വെള്ളത്തിലായിരുന്നു, മഴ പെയ്തുകൊണ്ടായിരിക്കാം വെള്ളത്തിലായിരുന്നു, അതിനാൽ എന്നാണ് ആ ഒരു ഡിലേ വന്നത്, ആ ഒരു താമസം, ആ ഒരു ഡിലേ സംഭവിച്ചത് എന്ന് പറയാം. നെക്സ്റ്റ് വൺ, ഡ്യൂ ടു. ഡ്യൂ ടു എന്നുള്ളതിൻ്റെ മീനിങ് ആ കാരണം കൊണ്ട്, ആ ഒരു റീസൺ അതിനെ കാണിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ദ മാച്ച് വാസ് ക്യാൻസൽഡ് ഡ്യൂ ടു റെയിൻ. മഴ കാരണമാണ് എന്താണ്, ആ ഒരു മാച്ച് ക്യാൻസൽ ചെയ്ത്, ഡ്യൂ ടു റെയിൻ. നെക്സ്റ്റ് വൺ, ബിക്കോസ്. കാരണം കൊണ്ട് അല്ലെങ്കിൽ ഇന്ന കാരണം. ഐ സ്റ്റേഡ് അറ്റ് ഹോം ബിക്കോസ് ഐ വാസ് ടയേർഡ്. എനിക്ക് ടയേർഡ് ആയതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നത്. തേർഡ് വൺ, ഓയിങ് ടു. കാരണം അല്ലെങ്കിൽ കാരണം കൊണ്ട് എന്നുള്ള മീനിങ് തന്നെയാണ് വരുന്നത്. ദ ഫ്ലൈറ്റ് വാസ് ഡിലേഡ് ഓയിങ് ടു ബാഡ് വെതർ. ഇപ്പോൾ മോശം കാലാവസ്ഥയായതുകൊണ്ട് ഫ്ലൈറ്റ് ഡിലേ ആയത്. ഫോർത്ത് വൺ, അസ്. അതും കാരണം അല്ലെങ്കിൽ അതുകൊണ്ട് എന്നുള്ള മീനിങ് തന്നെയാണ് വരുന്നത്. ആസ് ഇറ്റ് വാസ് റെയിനിങ് വി സ്റ്റേഡ് ഇൻസൈഡ്. അപ്പോൾ മഴ പെയ്തതിനാൽ ഞങ്ങൾ വീടിനകത്ത് തന്നെ ഇരുന്നു.
ഫിഫ്ത്ത് വൺ സിൻസ്. സെയിം മീനിങ് തന്നെയാണ്, കാരണം അല്ലെങ്കിൽ ആ കാരണം കൊണ്ട് എന്നുള്ള ഒരു മീനിങ് വരുന്നതാണ്. ഫോർ എക്സാമ്പിൾ, സിൻസ് ഇറ്റ് ഈസ് ലേറ്റ് ലെറ്റ്സ് ഗോ ഹോം. അപ്പോൾ സമയം വൈകിയതിനാൽ നമുക്ക് വീട്ടിലേക്ക് പോകാം. അടുത്തത് വരുന്നത് എന്നിരുന്നാലും, എങ്കിലും, അങ്ങനെയുള്ള മീനിങ്സ് വരുന്നതാണ്. നെവർത്തലെസ്, ഇറ്റ് വാസ് റെയിനിങ് നെവർത്തലെസ് ദേ വെൻറ്റ് ഔട്ട്. അപ്പോൾ മഴ പെയ്യുകയായിരുന്നു, എന്നിട്ടും അല്ലെങ്കിൽ ആ എങ്കിലും അവർ എന്താണ് പുറത്തോട്ട് പോയി. ഹൗവർ, എങ്കിലും, പക്ഷേ എന്നുള്ള മീനിങ് തന്നെ. ദ എക്സാം വാസ് ടഫ് ഹൗവർ ഷീ പാസ്ഡ്. അവൾക്ക് എക്സാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എങ്കിലും അവൾ എന്താണ് പാസ്സായി. തേർഡ് വൺ ഓൺ ദ അതർ ഹാൻഡ്, അതേസമയം. എക്സാമ്പിളായിട്ട്, ഹീ ഈസ് റിച്ച് ഓൺ ദ അതർ ഹാൻഡ് ഹീ ഈസ് നോട്ട് ഹാപ്പി. അവൻ വളരെ റിച്ചാണ്, അവൻ സമ്പന്നനാണ്, പക്ഷെ എന്താണ് അവൻ സന്തോഷവാനല്ല. അതേസമയം അല്ലെങ്കിൽ മറുവശത്ത് അവൻ എന്താണ്, അതൊരു സന്തോഷമില്ല അവന്. അഡ്മിറ്റഡ്ലി, അത് സമ്മതിക്കേണ്ടതാണ് അല്ലെങ്കിൽ അംഗീകരിക്കേണ്ടതാണ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അഡ്മിറ്റഡ്ലി ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ബട്ട് ഇറ്റ്സ് വർത്ത് ദ മണി. അത് സമ്മതിക്കേണ്ട തന്നെ ഒരു കാര്യമാണ്. അത് എന്താണ്, എക്സ്പെൻസീവാണ്, പക്ഷെ അതിന് ആ വർത്ത് ദ മണി, ആ പൈസയ്ക്കുള്ള അതിനൊരു മൂല്യമുണ്ട്, ഒരു വിലയുണ്ട് എന്നുള്ളത് പറയാണ്, അത് അഡ്മിറ്റ് ചെയ്യാണ്. ഫിഫ്ത്ത് വൺ ഓൾദോ, എങ്കിലും, ആയിരുന്നാലും എന്നുള്ള മീനിങ് ആണ്. ഓൾദോ ഹീ ഈസ് ഓൾഡ് ഹീ വർക്ക്സ് ഹാർഡ്. അയാൾ പ്രായമുള്ള ആളാണെങ്കിലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഈവൻ ദോ, കുറച്ചും കൂടിയും ഓൾദോനെയൊക്കെ സ്ട്രോങ് വേർഷൻ പറയുന്നതാണ്. എങ്കിലും ആയിരുന്നാലും തന്നെ മീനിങ് ആണ്, കുറച്ചും കൂടി സ്ട്രോങ്ങർ ആണ് ഓൾദോനേക്കാൾ. ഈവൻ ദോ ഷി വാസ് ടയേർഡ് ഷി കണ്ടിന്യൂഡ് സ്റ്റഡിയിങ്. അവൾ വളരെ ടയേർഡായിരുന്നെങ്കിലും അവൾ അവളുടെ സ്റ്റഡീസ് തുടർന്നു, ആ ഒരു പഠനം തുടർന്നു. ഡിസ്പൈറ്റ്, എങ്കിലും, ഉണ്ടായിട്ടും എന്നുള്ള മീനിങ് ആണ്. ഡിസ്പൈറ്റ് ദ റെയിൻ ദേ പ്ലേഡ് ഫുട്ബോൾ. അപ്പോൾ മഴ ഉണ്ടായിട്ടും അവരെന്താണ് ഫുട്ബോൾ കളിച്ചു. നെക്സ്റ്റ് വൺ വെരി സിമ്പിൾ വൺ, ബട്ട്, പക്ഷേ, എന്നാൽ എന്നുള്ള മീനിങ് ആണ്. ഐ വാണ്ടഡ് ടു ഗോ ബട്ട് ഐ വാസ് ബിസി. എനിക്ക് പോകണമെന്ന് തോന്നി, പക്ഷേ എന്താണ്, ഞാൻ തിരക്കിലായിരുന്നു, ഞാൻ ബിസി ആയിരുന്നു. നയൻത്ത് വൺ സ്റ്റിൽ, എങ്കിലും, എന്നിട്ടും എന്നുള്ള മീനിങ് ആണ്. ഇറ്റ് വാസ് കോൾഡ് സ്റ്റിൽ ദേ വെൻറ്റ് സ്വിമ്മിങ്. അപ്പോൾ തണുപ്പായിരുന്നു, എന്നിട്ടും അല്ലെങ്കിൽ എങ്കിലും അവർ എന്താണ് സ്വിമ്മിങ്ങിന് വേണ്ടി പോയി. ഇൻസ്പൈറ്റ് ഓഫ്, സെയിം ആസ് ഡിസ്പൈറ്റ് എന്നുള്ള മീനിങ് തന്നെയാണ്, ഉണ്ടായിട്ടും എങ്കിലും എന്നുള്ള മീനിങ്. ഇൻസ്പൈറ്റ് ഓഫ് ഹർ ഇൽനെസ് ഷീ വെൻറ്റ് ടു വർക്ക്. അവൾക്ക് രോഗമുണ്ടായിട്ടും അവൾ എന്തിനു പോയി, ജോലിക്ക് പോയി. ഓൾട്ടർനേറ്റീവ്ലി, അല്ലെങ്കിൽ, ഒരു മറ്റൊരു വഴിയായി എന്നുള്ള മീനിങ് ആണ്. യു ക്യാൻ ഗോ ബൈ ബസ് ഓൾട്ടർനേറ്റീവ്ലി ടേക്ക് എ ട്രെയിൻ. ബസ്സിൽ പോകാം, അല്ലെങ്കിൽ എന്താണ് ട്രെയിനിൽ പോകാം. ഇൻ കമ്പാരിസൺ, അല്ലേ, ഒരു താരതമ്യം ചെയ്യാനായിട്ടൊരു കാര്യങ്ങൾ പറയുന്നതിനെയാണ്. ഇൻ കമ്പാരിസൺ വിത്ത് ലാസ്റ്റ് ഇയർ സെയിൽസ് ആർ ഹയർ. അപ്പോൾ കഴിഞ്ഞ വർഷത്തോട് താരതമ്യം ചെയ്യുമ്പോൾ എന്താണ്, ഈ പ്രാവശ്യത്തെ സെയിൽസ് കൂടുതലാണ്. 13th വൺ ബൈ കോൺട്രാസ്റ്റ്. ഒരു മറുവശത്ത് ഒരു ഓപ്പോസിറ്റ് ഐഡിയ കാണിക്കുന്നതിന് പറയുന്നതാണ്. ഹിസ് സിസ്റ്റർ ഈസ് വെരി ക്വൈറ്റ് ബൈ കോൺട്രാസ്റ്റ് ഹീ ഈസ് ടോക്കറ്റീവ്. അവൻ്റെ സിസ്റ്റർ വളരെ ഒരു ക്വൈറ്റ് നേച്ചറുള്ള ഒരു ആളാണ്, പക്ഷേ മറുവശത്ത് എന്താണ്, അവൻ വളരെ ടോക്കറ്റീവാണ്, ഹീ ഈസ് ടോക്കറ്റീവ്, അവൻ വളരെ സംസാര പ്രിയനാണ്.